പന്തീരാങ്കാവ് ഗാർഹിക പീഡനം കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഒന്നാം പ്രതി രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിനും കൊലപാതക ശ്രമത്തിനും കുറ്റം ചുമത്തി. അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ഗാർഹിക പീഡനത്തിന് കുറ്റം ചുമത്തിയിരിക്കുന്നു. ജോഷില ചേരുന്നു. ജോഷില, വിശദാംശങ്ങൾ. ഷമ്മി, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 60 ദിവസങ്ങൾക്ക് ശേഷമാണ് കേസ് അന്വേഷണം തുടങ്ങി. 60 ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ ഗാർഹിക പീഡനം, അതുപോലെ തന്നെ കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 വകുപ്പുകൾ ചേർന്നാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. IPC 494, 212, 307, 324, 498A എന്നീ വകുപ്പുകളാണ് ഇതിൽ പ്രധാനമായും കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് 60 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടെ വലിയ സംഭവ വികാസങ്ങളാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. കേസിൽ പോലീസ് സഹായിച്ചു എന്നുള്ള പരാതി മാതാപിതാക്കളിൽ നിന്നും ഉയർന്ന ഉടനെ തന്നെ ഏത് പോലീസാണോ സഹായിച്ചത്, ശരത് ലാൽ എന്ന പോലീസിനെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ഫറോക്ക് ACPക്ക് ഇതിനുള്ള അന്വേഷണ ചുമതല നൽകുകയും ചെയ്തു. സാജു എബ്രഹാം അങ്ങനെയാണ് കേസ് ഏറ്റെടുക്കുന്നത്. കേസിൽ അന്നും ഇന്നും പോലീസ് ഉറച്ചു നിൽക്കുകയും കൃത്യമായ അന്വേഷണത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് 60 ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ ഒരു കുറ്റപത്രം പോലീസിന് സമർപ്പിക്കാനായി എന്നുള്ളത്. ഒന്നാം പ്രതി രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിനും അതുപോലെ തന്നെ കൊലപാതകമാണ് ചുമത്തിയിരിക്കുന്നത്. രണ്ടാം പ്രതി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും എതിരെ ഗാർഹിക പീഡനത്തിനാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ്, സഹായിച്ച പോലീസ് ശരത് ലാൽ എന്നിവർക്കെതിരെ ഒന്നാം പ്രതിയെ സഹായിച്ചു എന്നുള്ള പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.